ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. എൻ്റെ തുരപ്പം കൊച്ചുണ്ണിയാണെങ്കിൽ ഇവിടെ കരഞ്ഞ് പിന്നെ ഫുള്ള് തുരപ്പം കൊച്ചുണ്ണി കരഞ്ഞ് മെഴുകിയിട്ടിരിക്കുകയാണ് ഗൈസ്. കരഞ്ഞത് വേറെ ഒന്നുമില്ല, ചക്കര രസം മാറിയ നേരത്തിന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് എൻ്റെ അടുത്തിരുന്നു. അതിനാണ് കരഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയത് ഇല്ലേ അതിനാണോ കരഞ്ഞത്? ഒക്കെ ഒരു പരിഹാരം കരച്ചിലാണെന്ന് പഠിച്ചു അല്ലേ? എല്ലാത്തിൻ്റെയും പരിഹാരം കരച്ചിലാണ്. കരഞ്ഞാൽ എന്തും സാധിക്കാം, കരഞ്ഞാൽ എന്തും നേടാ. ഇതൊക്കെ പഠിച്ചില്ല. അതാ പൂച്ചക്ക് നോക്ക്, അതാ പൂച്ച നോക്ക്. പൂച്ചക്ക് കൊടുക്കും ഞാൻ, പൂച്ചക്ക് ഇപ്പൊ കൊടുക്കും ഞാൻ. ഇപ്പൊ പൂച്ചക്ക് കൊടുക്കും ഞാൻ. അതടി അതാ പോണു പൂച്ച, അതാ പോണു പൂച്ച. ഓക്കെ, അപ്പോൾ എങ്ങോട്ടാണ് ഡ്രസ്സൊക്കെ മാറ്റി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് തറവാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് തറവാട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വരുമ്പോഴും തറവാട്ടിൽ പോവാറും വരാറൊക്കെ ഉണ്ട്. പക്ഷേ ഇക്കുറി അതിനുള്ള നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നോട്ട് ഏതായാലും തറവാട്ടിൽ ഒന്ന് പോയാലെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് മറ്റേപ്പനെ നമ്മൾ കണ്ടുല്ലേ, അന്ന് അമ്മോൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു മറ്റേപ്പന. അപ്പോൾ അദ്ദേഹം പറയണതാണ്. അപ്പോൾ അന്ന് മറ്റേപ്പനൊക്കെ അവിടെ നിന്ന് കണ്ടു. അപ്പോൾ തറവാട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ അമ്മായിനെയും കുട്ടികളെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഒന്നങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അളിയനും സിനുവൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ അരീക്കോട്ട് പോയിരിക്കുകയാണ്, വോട്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോവല്ലേ. ഉമ്മ വോട്ട് ചെയ്തില്ലേ? ഉമ്മ വോട്ട് ചെയ്തു. എവിടെ നോക്കട്ടെ, ആർക്കാ കുത്തി? പിന്നെ എന്താ അവിടെ പറ്റ നിക്കണുണ്ട് കുട്ടികളെ. അതില് നോഫില് വണ്ടി ബ്ലോക്കായി. അതില് അയാള് അങ്ങോട്ട് പോ. അപ്പൊ നോഫില് അങ്ങനെ കാണിച്ചു കൊടുത്തു, വോട്ട് ചെയ്തിട്ടാ വരുന്നൊക്കെ പോകാൻ. അങ്ങനെ നമ്മള് തറവാട്ടിലെത്തി. അപ്പൊ ഉമ്മായും ലനമോളും കുറച്ച് മുന്നേ പോയി. ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു, കുറച്ച് കടികളും ചിപ്സും മിച്ചറും കുട്ടികൾക്ക് കുറച്ച് മുട്ടായിയൊക്കെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളതേ പോവാണ്. വേനൽക്കാലമായപ്പോൾ ഇവിടുത്തെ പയറിൻ്റെ കൃഷിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് നല്ല നെല്ലുണ്ടാവും ഇവിടെ ഒന്നായിട്ട്. മഴക്കാലത്ത് കാണാൻ നല്ല രസമാണ് ഇവിടെ. കണ്ട ഈ വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് കൂടെ നടക്കാനും ബുദ്ധിമുട്ടാണ്, ചളിയും വെള്ളമൊക്കെ ആവും. വേനെല്ലാം കൊണ്ട് പിന്നെ ആരും കുഴപ്പമില്ല. എന്നാ നടക്ക്. മറ്റേമ്മക്ക് അവിടെ മറ്റേപ്പരൊക്കെ വെളിയിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടെ തോട്ടില് ചക്കരയും വന്നിട്ടുണ്ട്, കുഞ്ഞിപ്പെണ്ണും വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണേ വാ, വെള്ളത്തിൽ ഇറങ്ങാം, വാ 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 വെള്ളത്തിൽ ഇറങ്ങി വെക്കാം. പോന്നാ ചക്കര വീഡിയോ എടുക്കാം. പമ്പേഴ്സ് അടക്കരുത് കേട്ടോ. അവര് സുഖം പറ്റിരിക്കട്ടോ. സ്വത്തുമണിയേ വള്ളത്തിലിറക്കിക്കോ. അങ്ങനെ നമ്മൾ തറവാട്ടിൽ നിന്നൊക്കെ വീടെത്തി ഉണങ്ങിയ തുണികളൊക്കെ പറക്കാൻ കേട്ടോ. അല്ലേ, വെയിൽ കൊണ്ടിട്ട് മുഖമൊക്കെ ആകെ ഡള്ളാണല്ലോ. അമ്മാതിരി വെയിലാണ് ഗേസ്. ഫുള്ള് ബ്ലാക്കിട്ടും വെയിലിട്ടും വന്നേക്കണം. ഒരു പണി ചെയ്യ്, നമ്മൾ ആ ഫേസ് മാസ്ക് ഇല്ലേ, അത് യൂസ് ചെയ്ത് നോക്കാം. അത് യൂസ് ചെയ്ത് നോക്ക്. കാരണം ബ്ലാക്ക് ഇട്ടും വൈറ്റ് ഇട്ടും ഒക്കെ ആയിട്ട് മുഖമൊക്കെ ആകെ ഫുള്ള് ഡള്ളായിരിക്കാണ്. വായോ അത് യൂസ് ചെയ്യും. തുണി ബാക്കി പറക്ക്, എന്നിട്ട് നേരെ ആ ഒരു മാസ്ക് നമുക്ക് ഇടാം. അത് നമ്മളെ ആൾക്കാർക്ക് കൂടി കാണിച്ചു കൊടുക്കാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി ആ സാധനം കാണിച്ചു കൊടുക്കാം എന്താണ് ആ സാധനം എന്ന്. വേഗം ഗൈസ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഫോക്സ്ടെയിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ് കേട്ടോ. നമ്മൾ സാധാരണ മാസ്ക് യൂസ് ചെയ്യും പോലെ തന്നെയാണ് കേട്ടോ ഇതും. നമ്മൾ വെറുതെ ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ചില ആൾക്കാർ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഹോം മെയ്ഡ് മാസ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ തേക്കാറുണ്ടല്ലേ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഡ്രൈ ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യാതൊരു പ്രശ്നം വരില്ല കേട്ടോ. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖത്തെ ഡീറ്റാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസ്ക് ഏറ്റവും യൂസ്ഫുൾ ആണ്. നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ബ്ലാക്ക് ഇട്ടും വൈറ്റ് ഇട്ടൊക്കെ ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് മാസ്ക് നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ പിന്നെ എന്താണ് ഡ്രൈനെസ്സോ ടൈറ്റ്നെസ്സോ അങ്ങനെയൊന്നും ഫീൽ ചെയ്ത് നമ്മൾ യാതൊരു പ്രശ്നം പേടിക്കണ്ട. ഏതായാലും ചക്കരൻ്റെ ഒപ്പം ഞാനും വെയിൽ കൊണ്ടതല്ലേ, അപ്പോൾ ചക്കര എനിക്കെന്തേ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് തരികയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ അത് തുറക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള മാലിന്യങ്ങൾ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മാസ്ക് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല വ്യക്തവും തിളക്കവും ഉള്ളതായിട്ട് മാറും കേട്ടോ. അങ്ങനെ മാസ്കിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ചക്കരത്തെ അടുക്കളയിൽ പോയിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തങ്ങോട്ട് തീർക്കാണ്. 10 മിനിറ്റിന് ശേഷം ഈ ഒരു മാസ്ക് റിമൂവ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ സ്കിന്ന് എത്ര
വ്യക്തവും എത്രത്തോളം തിളക്കമുള്ളതൊക്കെ ആയിട്ടുണ്ടെന്ന് നിങ്ങളിത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് വെച്ച് വാങ്ങിയാൽ മതി. ഞാൻ ഇവിടെ ചക്കര നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫുഡിന് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ഫുഡിന് കറിയല്ലാന്നോ? പിന്നെ ഇപ്പോൾ ഫുഡിന് കറിയല്ലേ ഉണ്ടാക്കണത്? ഇതിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്നലെ ടൗണിൽ പോയി വന്നപ്പോൾ കുറച്ച് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ് കേസ്. ഇതിപ്പോൾ ആദ്യം എന്താ ചെയ്യണ്? മാങ്ങ കുറച്ച് വറ്റിച്ചു, വെള്ളം കുറച്ച് വറ്റിക്കും അല്ലേ? ഓക്കെ ഓക്കെ, അത് ശരി. അപ്പോൾ തൈര് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോയി തൈര് വാങ്ങിക്കൊണ്ട് വന്നു. അത് ശരി. അപ്പോൾ തൈര് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അടുത്ത് മാങ്ങയൊക്കെ അടുപ്പിൽ റെഡി ആയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അറിയോ ചക്കരെ? അത് ശരി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പിന്നെ ഈ ഒരു തേങ്ങ പൊട്ടിക്കണം എന്ന് പറഞ്ഞത്. ഈ തേങ്ങ കൊണ്ട് തികയില്ലല്ലേ? അപ്പോൾ കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ തേങ്ങ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ പൊട്ടിക്കണം. തേങ്ങ പൊട്ടിച്ചാലോ എന്നാ? അപ്പോൾ തേങ്ങ പൊട്ടിക്കണം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പൊട്ടിക്കണം. ഇവിടെ മടാള് നമ്മൾ നേരത്തെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന വേറൊരു ഐഡിയ ഉണ്ട്, മടാളില്ലാതെ തേങ്ങ പൊട്ടിച്ചേരാ അറിഞ്ഞു. അപ്പോൾ മടാളില്ലാതെ എങ്ങനെ തേങ്ങ പൊട്ടിക്കാൻ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കില്ലേ? എന്നാൽ കത്തി കൊണ്ടാണോ? ഒന്ന് കത്തി കൊണ്ടൊന്നുമല്ല ഗീസ്, വെറും ഈർക്കിൽ കൊണ്ട് തേങ്ങ പൊട്ടിക്കാൻ പറ്റും എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരിക്കും ചെയ്ത് നോക്കിയിട്ടില്ല. മടാളില്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളൊരു സംഭവമാണത്. പക്ഷേ ഈർക്കിലുകൊണ്ട് തേങ്ങ പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മടാൾ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈർക്കിലുണ്ടാകുന്ന പരീക്ഷ വെക്കാം. അതിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മടാളുകൊണ്ട് പൊട്ടിക്കാം. നമുക്ക് നോക്കി വെക്കാം വരി എങ്ങനെയാണ് ഈർക്കിലുണ്ട് നമുക്ക് തേങ്ങ നല്ലപോലെ പൊട്ടിക്കുക. അന്ന് പാളോന്ന് അറിയില്ല, നമുക്ക് നോക്കി വെക്കാം വായോ. അപ്പോൾ അതേ ഇവിടെ തേങ്ങ പൊട്ടിക്കാൻ നേരത്ത് ഒരാളേൽ വലിയ കാര്യത്തിൽ ഞാൻ ഫോണൊക്കെ കൊടുത്തിട്ട് തേങ്ങ പൊട്ടിച്ചു. തേങ്ങ പൊട്ടിച്ചത് ഈർക്കിലുണ്ട് തന്നെയുണ്ടോ പൊട്ടിച്ചത്? വേണ്ടില്ലേ, ഈർക്കിലുണ്ട് തേങ്ങയൊക്കെ പൊട്ടിച്ചു. പക്ഷേ ഇവിടെ ഒരാൾ വീഡിയോ എടുത്തില്ല ആ സാധനം. ഫോൺ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഞാൻ ഫോൺ കയ്യിൽ കൊടുത്തതിൽ ഫോൺ തിരിച്ചു വാങ്ങിയപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ തന്നെ ഫോൺ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇതാ നമുക്ക് തേങ്ങ ഇവിടെയാണ് കേട്ടോ പൊട്ടിച്ചത്. ആ തേങ്ങ വെള്ളം പോയിട്ടാണ് കാണുന്നത്. കണ്ടോ ഈ ഈർക്കിലുണ്ടാണ് നമ്മൾ തേങ്ങ ഇത് പൊട്ടിച്ചത്. ഞാൻ കണ്ടോ ഇതുകൊണ്ടാണ് പൊട്ടിച്ചത്. അപ്പോൾ പൊട്ടിച്ചത് ഇവിടെ ഒരാൾ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ്, പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം എന്തായാലും നമ്മൾ ഈർക്കിലുകൊണ്ട് തന്നെയാണ് തേങ്ങ പൊട്ടിച്ചത്. അത് ഇനിയിപ്പം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അതായത് ഇപ്പോഴത്തെ ആവശ്യത്തിന് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞു, വീഡിയോ എടുക്കാൻ പറ്റാതെ പോയതാണ്. അപ്പോൾ തേങ്ങ കൊണ്ട് അത് ഈർക്കിലുണ്ട് തന്നെ കേട്ടോ പൊട്ടിച്ചിരിക്കണത്. അപ്പോൾ എന്തായാലും ചക്കര ഇവിടെ തേങ്ങ ഇരുവണായി. ആ ഈർക്കിലുണ്ട് പൊട്ടിക്കുന്ന സെറ്റപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പൊക്കെ പോരെ, തിരുവാനുള്ള ഷേപ്പൊക്കെ അത് മതി. അപ്പോൾ അത് ആർക്കെങ്കിലും ഈ അങ്ങനെ പൊട്ടിക്കണ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം. എന്താ പറഞ്ഞു? കറക്റ്റ് ഈർക്കിൽ വെക്കുമ്പോൾ കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷേ എന്താ അറിയില്ല, ഈ ഒരു ഷേപ്പ് കിട്ടി കണ്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും തേങ്ങ തിരികിയിട്ടുണ്ട്. പിന്നെന്താ ഇനി ഇത് ഓഫ് ചെയ്തോ? ഓക്കെ. അങ്ങനെ മോരുകറിക്കുള്ള കൂട്ടൊക്കെ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ ചക്കര ഇതിൽ? തേങ്ങ, ജീരകം, മോര്, മഞ്ഞപ്പൊടി ഒക്കെ സെറ്റ് ചെയ്തു. കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാങ്ങ കിട്ടുമ്പോൾ അതിൽ പുളിശ്ശേരിയിലിട്ട മാങ്ങ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് എത്രയും ക്രേസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചപ്പോൾ അവിടെ നിന്ന് പുളിശ്ശേരി ഉണ്ടായിരുന്നു ചോറിൻ്റെ ഒപ്പം. അപ്പോൾ അതിൽ ഇതേപോലെ മാമ്പഴ പുളിശ്ശേരി മാമ്പഴം കിട്ടി എനിക്ക്. അത് പിറ്റേന്ന് ഞാൻ വീട്ടിൽ വന്ന് കൊല്ലത്തുള്ളപ്പോൾ അല്ലേ ചക്കരെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇതിനൊക്കെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിച്ചപ്പോൾ മാമ്പഴ പുളിശ്ശേരി കിട്ടി, നല്ല രസമായിരുന്നു പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു എന്നാൽ മാങ്ങ മേടിച്ചുകൊണ്ട് വെക്കാറുണ്ട്. അതിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പിറ്റേന്ന് തന്നെ പോയിട്ട് മാങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായി ഇഷ്ടമായത്. അപ്പോൾ പിന്നെ വീണ്ടും മാമ്പഴക്കാലം തുടങ്ങിയിരിക്കല്ലേ. അപ്പോൾ ചക്കര ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി തരികയാണേ. സംഭവം റെഡി ആയില്ലേ? ഇനി ഇതിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇതിനകത്ത് തളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി റെഡി അല്ലേ? അപ്പോൾ ഉമ്മ അവിടെ ഇല്ല, ഉമ്മ നമ്മളത് തറവാട്ടിൽ വന്നിട്ട് ഉമ്മതേ പുറത്തങ്ങോട്ട് പോയിരിക്കാണ്. 5 വാങ്ങണ്ടല്ലോ, അത് മതി. അതെ, അത് മതി. ഇതിന്റെ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം കൂടി ഉണ്ടാവും. പുളീൻ്റെ കൂടെ തന്നെ ആ മാങ്ങേൻ്റെ ഒരു മധുരം കൂടി ഉണ്ടാവും. അതാണ് കഴിക്കാൻ രസം അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത കടുകും വറ്റലും ഒക്കെ താളിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതേ താളിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചക്കരയ്ക്ക് പാചകമൊക്കെ അറിയാമല്ലേ ചക്കര? യൂട്യൂബിൽ നോക്കിയിട്ടപ്പോൾ ചെയ്യണത്. അങ്ങനെയൊന്നും പറയില്ലേന്ന്. ഏതായാലും ഇപ്പൊ ചെയ്തില്ലേ, സക്സസ് ആവുമല്ലേ. അപ്പൊ ഇനി പറയാൻ നിക്കണ്ട യൂട്യൂബിൽ നോക്കിയാണ് ചെയ്യണത് നിന്ന്. ഇപ്പൊ ആൾക്കാരേക്കും ചക്കരക്ക് ഒന്നും അറിയില്ല, ചക്കരക്ക് ഒന്നും അറിയില്ലേന്ന്. ഇങ്ങനെയൊക്കെ തന്നെ ചക്കര പഠിക്കണത്. ഇതിപ്പോ ആരും അല്ല, ഇതിപ്പോ ആരും വയറ്റിന്ന് പഠിച്ചിട്ടൊന്നും പറഞ്ഞല്ലോ. ആ അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ അന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ ഇനി എന്നാ പഠിക്കണത്, പഠിച്ചൂടെ, നിയാസ് എന്തിനാണ് കളിയാക്കണത്. നിയാസ് ഞാൻ കളിയാക്കിയൊന്നുമല്ലോ കേട്ടോ, നമ്മൾ ആ തമാശ സെൻസിൽ അങ്ങനെ പറയുന്നതാണ്. ഞാനവളെപ്പോഴും സപ്പോർട്ട് തന്നെ ചെയ്യാറില്ല. അതന്നെ ഞാനിപ്പോൾ പറഞ്ഞത്. എന്ത് ഇതിപ്പോൾ ആരും വയറ്റിൽ നിന്നൊന്നും പഠിച്ചിട്ടല്ല വരണത്. ഇപ്പം ഞാനായാലും ബൈക്ക് ഓടിക്കാൻ പഠിച്ചു, കാർ ഓടിക്കാൻ പഠിച്ചു, ഇതൊന്നും വയറ്റിൽ നിന്ന് പഠിച്ചിട്ടാണല്ലോ. ഒക്കെ ചെയ്ത് ഡെയിലി പരിശീലനം കൂടെയും പരിശ്രമത്തിൽ കൂടെയും പഠിക്കണ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതും. അതേപോലെ തന്നെ പാചകവും. അപ്പോൾ ഇങ്ങനെ തന്നെ ഓരോന്ന് പഠിക്കണം. ഇപ്പോൾ ഒരു വരെ ഇത് ചെയ്തില്ല, ഇനി മറക്കില്ലല്ലോ. അപ്പം അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ റെസിപ്പി വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കണത്. ഒരു സമയത്ത് ഉണ്ടാവണം. എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു വഴി നമുക്ക് ചെയ്തു. ഇപ്പം നമ്മൾ ചോറ് വെച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് തവണ വയ്ക്കുമ്പോൾ വേവ് കൂടിപ്പോയി വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും എന്ത്, വേവ് ഏറിപ്പോയി, അപ്പോൾ ഇനി നമ്മൾ അത്രയും വേവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ തന്നെ പഠിക്കണത്. അതിലിപ്പോൾ നമ്മളാരും കുറ്റപ്പെടുത്തും കളിയാക്കണമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ വറ്റൽമുളക് ഇട്ടു, ഇനി അടുത്ത കറിവേപ്പില ഇടാൻ പോവാണ്. അങ്ങനെ ഫൈനലി ചക്കരേൻ്റെ മാമ്പഴ പുളിശ്ശേരി സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓ ഏതാ സന്തോഷം. എന്തേ സാധനം റെഡി ആയിട്ടുണ്ട്, ചക്കരയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ തന്നെയാണ് ഇപ്പോഴേ. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഹോട്ടലിൽ നിന്ന് പോയി കഴിക്കേണ്ടി വരും. അല്ല അപ്പോൾ പിന്നെന്താ, വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ നമ്മളെ ഉമ്മമാരുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും ചിലപ്പോൾ പൊടിക്ക് ഉപ്പോ പിന്നെ അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ ആണെങ്കിലും മധുരമൊക്കെ കമ്മി ഉണ്ടാവും. ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. അല്ല പിന്നെ അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ കഴിക്കാതിരിക്കണം ചെയ്യുമോ, അങ്ങനെ ചെയ്യില്ലല്ലോ. അതേപോലെ തന്നെ. അപ്പോൾ എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിൻ്റെയൊക്കെ ചക്കരയ്ക്ക് അഭിനന്ദനം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ വേക്കിൽ വന്നു നിന്നാൽ അങ്ങനെ തട്ടുമുട്ടൊക്കെ കിട്ടും. അപ്പോൾ അതേപോലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ഒരു ഫോക്സ് ചെയിനിൻ്റെ മാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും